Third question നമുക്ക് നോക്കാം. If u equal to sin of xy, then show that x into dou u by dou x minus y into dou u by dou y equal to 0. ഞാൻ പറഞ്ഞു ഒരു ഫംഗ്ഷൻ തരും, നമുക്ക് ഒരു റിലേഷൻ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കാം. അങ്ങനെ ഓരോ റിലേഷൻസ് തരും, അത് പ്രൂവ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടെന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻ വരാം. നമുക്ക് തന്നിരുന്ന ഫംഗ്ഷൻ u equal to sin of xy, u equal to sin of xy, x into y എന്നുള്ള ഫോമിലാണ് ബ്രാക്കറ്റിനകത്ത് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കേണ്ടത് ഡോ യു ബൈ ഡോ എക്സ് കണ്ടുപിടിക്കണം, ഡോ യു ബൈ ഡോ വൈയും കണ്ടുപിടിക്കണം, ഈ റിലേഷൻ പ്രൂവ് ചെയ്യണം. ഫസ്റ്റ് ഡോ യു ബൈ ഡോ എക്സ് നോക്കാം. ഡോ യു ബൈ ഡോ എക്സ് ഈക്വൽ ടു ഡോ യു ബൈ ഡോ എക്സ് എന്ന് പറയുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, ടേക്കിംഗ് ദ നെക്സ്റ്റ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. അതായത് ഇവിടുത്തെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഏതാണ്? വൈ ആണ്. അതിനെ കോൺസ്റ്റൻ്റ് ആക്കി വെക്കുക. അപ്പോൾ ടേക്കിംഗ് വൈ ഡിഫറൻഷ്യേറ്റ് പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു എക്സ്, ടേക്കിംഗ് വൈ ആസ് കോൺസ്റ്റൻറ്റ്. അങ്ങനെയാണ് നമ്മൾ ഡെഫിനേഷനിൽ പറഞ്ഞത്. അപ്പോൾ ഡോ യു ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് ഡോ ബൈ ഡോ എക്സ് ഓഫ് സൈൻ ഓഫ് എക്സ് വൈ, സൈൻ ഓഫ് എക്സ് വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് എന്നത് ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് കോസ് എക്സ് അല്ലേ? ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് കോസ് എക്സ് ആണ്. അപ്പോൾ അത് വെച്ചിട്ട് ഇവിടെ ഡോ ബൈ ഡോ എക്സ് ഓഫ് സൈൻ എക്സ്, ഇപ്പം നമ്മൾ ഈ എക്സ് ഇൻറ്റു വൈ എന്നുള്ളതിന് നമ്മൾ ഒരു എക്സ് മാത്രമായിട്ട് സങ്കല്പിക്കുക. അപ്പോൾ ഡോ ബൈ ഡോ എക്സ് ഓഫ് സൈൻ എക്സ് എന്നുള്ള ഫോമിലാണ്. ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് എന്നത് കോസ് എക്സ് ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ് ഓഫ്, ഇനി എക്സിൻ്റെ പ്ലേസിൽ ഇവിടെ എന്താണ് വന്നേക്കുന്നത്? എക്സ് വൈ എന്ന് വേണം എഴുതാൻ. വെറുതെ എക്സ് മാത്രം എഴുതിയാൽ പോരാ, എക്സ് ഇൻറ്റു വൈ, നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നേക്കുന്ന ആ വാല്യൂ വേണം അവിടെ എഴുതാൻ. അപ്പോൾ കോസ് ഓഫ് എക്സ് ഇൻറ്റു വൈ. ഇനി അടുത്ത ടേം എന്ന് പറയുന്നത് നമ്മൾ ഈ എക്സ് വൈയുടെ ഡെറിവേറ്റീവും കൂടെ എഴുതണം, എക്സ് ഇൻറ്റു വൈൻ്റെ ഡെറിവേറ്റീവും കൂടെ എഴുതണം വിത്ത് റെസ്പെക്ട് ടു എക്സിലുള്ള എക്സ് വൈയുടെ ഡെറിവേറ്റീവ്, പാർഷ്യൽ ഡെറിവേറ്റീവ് എഴുതണം. അപ്പോൾ നോക്കുക, നമ്മൾ പറഞ്ഞു എക്സ് വെച്ച് പാർഷ്യൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുമ്പോൾ വൈ എന്നത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇവിടെ എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. അപ്പോൾ 1 ഇൻറ്റു വൈ എന്ന് വരും. ഇനി ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കോസ് ഓഫ് എക്സ് വൈ ഇൻറ്റു വൈ എന്നാണ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മളറിയാതെ എക്സ് വൈ സ്ക്വയർ എന്നുള്ള രീതിയിൽ ഇവിടെ എഴുതി പോകരുത്, അപ്പോൾ അത് തെറ്റിപ്പോവും. കോസ് ഓഫ് എക്സ് വൈ ഇൻറ്റു വൈ എന്നുള്ള രീതിയിലാണ് ശരിക്കും ഇവിടെ ഒന്നുകിൽ ഇവിടെ ഒരു ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കുക, അതല്ലെങ്കിൽ ഈ വൈ എന്നുള്ള ടൈമിനെ ഫസ്റ്റ് ആക്കി എഴുതുക. ദാറ്റ് ഈസ് വൈ ഇൻറ്റു കോസ് ഓഫ് എക്സ് വൈ എന്നുള്ള ഫോമിൽ നമുക്ക് ആൻസർ കിട്ടും. വൈ ഇൻറ്റു കോസ് ഓഫ് എക്സ് വൈ. നൗ ഡോ യു ബൈ ഡോ വൈ കണ്ടുപിടിക്കാം. ഡോ യു ബൈ ഡോ വൈ എന്ന് പറയുമ്പോൾ ഡിഫറൻഷ്യേറ്റ് യു പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു വൈ, ടേക്കിംഗ് എക്സ് ആസ് കോൺസ്റ്റൻറ്റ്. സോ ഡോ ബൈ ഡോ വൈ ഓഫ് യു എന്നത് സൈൻ ഓഫ് എക്സ് വൈ അല്ലേ? യു എന്നത് സൈൻ ഓഫ് എക്സ് വൈ ആണ്. സൈൻ ഓഫ് എക്സ് വൈയുടെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. ഇപ്പം മുമ്പേ പറഞ്ഞ പോലെ തന്നെ വൈ വെച്ചാണ് പാർഷ്യൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണേ. എന്നാലും സൈൻ ഓഫ് എക്സ് വൈയുടെ ഡെറിവേറ്റീവ് എന്ത് വരും? കോസ് ഓഫ് എക്സ് വൈ തന്നെ വരും. കോസ് ഓഫ് എക്സ് വൈ വരും. ഇനിയാണ് വ്യത്യാസം വരാൻ പോകുന്നത്. ഈ ബ്രാക്കറ്റിനകത്ത ടേമിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം, ടേക്കിംഗ് എക്സ് ആസ് കോൺസ്റ്റൻറ്റ്. എക്സിനെ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ട് വൈയുടെ ടേമിലുള്ള ആ വേരിയബിളിനെ മാത്രം ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. സോ ഇവിടെ എക്സ് കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞു, അപ്പോൾ എക്സ് വന്നു, എക്സ് ഇൻറ്റു ഇനി വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ എന്താണ്? വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ എന്ന് പറഞ്ഞാൽ 1 തന്നെ. സോ എക്സ് ഇൻറ്റു 1, ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പോൾ ഇതിനെ അതുപോലെ തന്നെ കോസ് ഓഫ് എക്സ് വൈ ഇൻറ്റു എക്സ് എന്നാണ് വരിക. ഇവിടെ എക്സ് സ്ക്വയർ വൈ എന്ന് എഴുതാതെ ഈ എക്സിനെ നമ്മൾ ആദ്യമേ എടുത്തെഴുതുക. സോ എക്സ് ഇൻറ്റു കോസ് ഓഫ് എക്സ് വൈ. അപ്പോൾ ഡോ യു ബൈ ഡോ എക്സ് എന്നത് കിട്ടി, ഡോ യു ബൈ ഡോ വൈ എന്നതും കിട്ടി. ഓക്കെ, നമുക്ക് പ്രൂവ് ചെയ്യേണ്ട റിലേഷൻ എക്സ് ഇൻറ്റു ഡോ യു ബൈ ഡോ എക്സ് മൈനസ് വൈ ഇൻറ്റു ഡോ യു ബൈ ഡോ വൈ ഈക്വൽ ടു 0 എന്നാണ്. അപ്പോൾ ഇവിടുത്തെ ഈ ഇക്വേഷൻ്റെ LHS നോക്കാം. LHS എന്ന് പറഞ്ഞാൽ എന്താണ്? ലെഫ്റ്റ് ഹാൻഡ് സൈഡ് അല്ലേ? ആ ഇക്വേഷൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറഞ്ഞാൽ ഏതാണ്? എക്സ് ഇൻറ്റു ഡോ യു ബൈ ഡോ എക്സ് മൈനസ് വൈ ഇൻറ്റു ഡോ യു ബൈ ഡോ വൈ, അതാണ് അതിൻ്റെ LHS എന്ന് പറയുന്നത്, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദ ഇക്വേഷൻ. ഓക്കെ, ദെൻ എക്സ് ഇൻറ്റു ഡോ യു ബൈ ഡോ എക്സ്. ഇവിടെ ഫസ്റ്റ് ഇക്വേഷൻ സെക്കൻഡ് ഇക്വേഷൻ എന്നുള്ള രീതിയിൽ കൊടുക്കുക. ഫസ്റ്റ് ഇക്വേഷനെ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെന്നല്ലേ ഈ പാർട്ട്. ഓക്കെ, ഫസ്റ്റ് ഇക്വേഷനെ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും? സോ എക്സ് ഇൻറ്റു ഡോ യു ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ വൈ ഇൻറ്റു കോസ് ഓഫ് എക്സ് വൈ, ദെൻ മൈനസ് വൈ ഇൻറ്റു എക്സ് ഇൻറ്റു വൈ ഇൻറ്റു കോസ് ഓഫ് എക്സ് വൈ. വൈ ഇൻറ്റു കോസ് ഓഫ് എക്സ് വൈ എന്നാണ് ഇവിടുത്തെ ഡോ യു ബൈ ഡോ എക്സ്. ദെൻ വൈ ഇൻറ്റു ഡോ യു ബൈ ഡോ വൈ. ഡോ യു ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു കോസ് ഓഫ് എക്സ് വൈ. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷനെ നമുക്ക് സോൾവ് ചെയ്താൽ നമ്മുടെ റിസൾട്ട് ആയി അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു ഒന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ എക്സ് ഇൻറ്റു വൈ ഇൻറ്റു
കോസ് ഓഫ് എക്സ് വൈ, അതായത് എക്സ് വൈ കോസ് എക്സ് വൈ അല്ലേ, എക്സ് ഇൻറ്റു വൈ കോസ് ഓഫ് എക്സ് വൈ. ദെൻ മൈനസ് ഇവിടെ വൈ ഇൻറ്റു എക്സ് ഇൻറ്റു കോസ് ഓഫ് എക്സ് വൈ, അതായത് എന്താ വൈ ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് എക്സ് ഇൻറ്റു വൈ എന്ന് പറഞ്ഞാൽ സെയിം തന്നെയാണ്. സോ ഞാൻ എക്സ് ഇൻറ്റു വൈ എന്നുള്ള രീതിയിൽ തന്നെ എഴുതാണ്, എക്സ് വൈ ഇൻറ്റു കോസ് ഓഫ് എക്സ് വൈ. അപ്പോൾ ഒരു പോസിറ്റീവ് ടേമും നെഗറ്റീവ് ടേമും അല്ലേ, ആഡ് ചെയ്യുമ്പോൾ എന്താണ് 0. അപ്പോൾ അത് തന്നെയാണ് ഇവിടുത്തെ ആർ എച്ച് എസ് എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ എച്ച് എസ്. ഇവിടെ എൽ എച്ച് എസ് ഈക്വൽ ടു എന്നുള്ള രീതിയിൽ എഴുതുകൊണ്ടാണ് എൽ എച്ച് എസ് ഈക്വൽ ടു ആർ എച്ച് എസ് എന്നുള്ള ഫോമിൽ ലാസ്റ്റ് എഴുതിയേക്കുന്നത്. സോ ദ റിസൾട്ട് ഈസ് പ്രൂവ്ഡ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് യു ഈക്വൽ ടു log of e raised to x plus e raised to y, prove that dou u by dou x plus dou u by dou y equal to 1. ഓക്കെ, യു എന്നത് ലോഗിൻ്റെ ടൈംസിലുള്ള ഫംഗ്ഷനാണ്. യു ഈക്വൽ ടു ലോഗ് ഓഫ് ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു വൈ എന്നുള്ള ഫോമിലാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് പ്രൂവ് ചെയ്യാം. അപ്പോൾ ഡോ യു ബൈ ഡോ എക്സും ഡോ യു ബൈ ഡോ വൈയും കണ്ടുപിടിക്കുക, രണ്ടും കൂടെ ആഡ് ചെയ്യുക, അത്രയേ ഉള്ളൂ. ആദ്യം ഡോ യു ബൈ ഡോ എക്സ് നോക്കാം. ഡോ യു ബൈ ഡോ എക്സ്, അതായത് യു എന്നുള്ള ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, ടേക്കിംഗ് വൈ ആസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഡോ യുവിൻ്റെ പ്ലേസിൽ ലോഗ് ഓഫ് ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു വൈ, ഡോ ബൈ ഡോ എക്സ് ഓഫ് ലോഗ് ഓഫ് ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു വൈ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മൊത്തത്തിലാണ് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ എക്സ് വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നമുക്കറിയാമല്ലോ ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് ഓഫ് എക്സ് എന്താണ്, ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ് എന്നത് 1 ബൈ എക്സ് ആണ്. ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ് ഈക്വൽ ടു 1 ബൈ എക്സ്. ഞാനിതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് എഴുതുന്നത് നിങ്ങളുടെ മനസ്സിലേക്ക് അത് വീണ്ടും വീണ്ടും പതിയാൻ വേണ്ടിയിട്ടാണ് വീണ്ടും ബോക്സിൽ ഇങ്ങനെ എഴുതി കാണിക്കുന്നത്. ഓക്കെ, ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ് ഈക്വൽ ടു 1 ബൈ എക്സ് ആണ്. അപ്പോൾ അത് വെച്ചിട്ട് ഇവിടെ ലോഗ് ഓഫ് എക്സിൻ്റെ പ്ലേസിൽ നമ്മൾ ഇതിനെ മൊത്തം ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു വൈനെ മാത്രമായിട്ട് വിചാരിക്കുക. അപ്പോൾ ഡെറിവേറ്റീവ് എഴുതാമല്ലോ. അപ്പോൾ 1 ബൈ എക്സിൻ്റെ പ്ലേസിൽ എന്ത് വരും, 1 ബൈ ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു വൈ എന്ന് വരും. ഓക്കെ, ദെൻ 1 ബൈ ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു വൈ. ഇനി എന്തിൻ്റെയും കൂടെ ഡെറിവേറ്റീവ് എഴുതണം, വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യണേ. അപ്പോൾ ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു വൈൻ്റെ ഡെറിവേറ്റീവും കൂടെ ഇവിടെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതണം. ഇനി ഇ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറയുന്നത് ഇ റേസ് ടു എക്സ് തന്നെ, ഇ റേസ് ടു എക്സ്. ദെൻ പ്ലസ് ഇ റേസ് ടു വൈൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്നത് 0 ആണ്. കാരണം എന്താണ്, ഇ റേസ് ടു വൈ എന്നത് കോൺസ്റ്റൻ്റ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്, വേരിയബിൾ വൈ എന്നത് കോൺസ്റ്റൻ്റ് ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്. അപ്പോൾ ഇ റേസ് ടു എക്സ് എന്നുള്ള ടൈം മാത്രമേ ഇവിടെ വരുള്ളൂ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് ഡിവൈഡഡ് ബൈ ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു വൈ. അപ്പോൾ ഡോ യു ബൈ ഡോ എക്സ് എന്നത് ഇങ്ങനെ കിട്ടി. ദെൻ നെക്സ്റ്റ് നമ്മൾ ഡോ യു ബൈ ഡോ വൈ കണ്ടുപിടിക്കണം. ഡോ യു ബൈ ഡോ വൈ ഈക്വൽ ടു ഡോ യു ബൈ ഡോ വൈ എന്നത് ഡോ ബൈ ഡോ വൈ ഓഫ് യു എന്ന എന്താണ്, ലോഗ് ഓഫ് ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു വൈ. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 1 ബൈ സെയിം തന്നെ, ആദ്യത്തെ ടൈം ഒരേപോലെ തന്നെ ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു വൈ തന്നെ വരും. ഇനിയാണ് മാറ്റം വരുന്നത്, ലോഗ് ഓഫ് ഈ ബ്രാക്കറ്റിനകത്തെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം വിത്ത് റെസ്പെക്ട് ടു വൈ. അപ്പോൾ ആദ്യം ഇ റേസ് ടു എക്സ് എന്നുള്ള ടൈമാണ്. ഇ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ എന്നത് 0 ആണ്. കാരണം വൈ വെച്ച് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുമ്പോൾ പാർഷ്യൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുമ്പോൾ ടേക്കിംഗ് എക്സ് ആസ് കോൺസ്റ്റൻ്റ് ആണ് പറഞ്ഞേക്കുന്നത്. എക്സിൻ്റെ ടൈം ഇവിടെ ഇ റേസ് ടു എക്സ് ആണ്. സോ ഇ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് 0. ദെൻ പ്ലസ് നെക്സ്റ്റ് ടൈം ഇ റേസ് ടു വൈ ആണ്. ഇ റേസ് ടു വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ എന്ന് പറയുന്നത് ഇ റേസ് ടു വൈ തന്നെ. ഓക്കെ, സോ ദ ടൈം ഈസ് ഇ റേസ് ടു വൈ ഡിവൈഡഡ് ബൈ ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു വൈ. അപ്പോൾ ഡോ യു ബൈ ഡോ വൈ എന്നതും കിട്ടി. ഓക്കെ, പ്രൂവ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത് എന്താണ്, ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഡോ യു ബൈ ഡോ വൈ ഈക്വൽ ടു 1 എന്നാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. സോ ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഡോ യു ബൈ ഡോ വൈ ഈക്വൽ ടു, ഒന്നെങ്കിൽ ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം, ഇത് ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ നമ്പർ 1 ആഡിങ് 1 and 2 എന്നൊക്കെ പറഞ്ഞ് എഴുതാം, അത് നിങ്ങളുടെ ഇഷ്ടം ഏത് രീതിയിൽ എഴുതണം. ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഡോ യു ബൈ ഡോ വൈ ഈക്വൽ ടു വാല്യൂസ് എടുത്ത് എഴുതുക. അതായത് ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു വൈ, ദെൻ പ്ലസ് ഇ റേസ് ടു വൈ ഡിവൈഡഡ് ബൈ ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു വൈ. സോ ഡിനോമിനേറ്റർ നോക്കി, ഇവിടെ രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ രണ്ടും സെയിം ആണ് അല്ലേ.
ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു വൈ ആണ്. അപ്പോൾ രണ്ട് റാഷണൽ നമ്പറാണത്, p/q ഫോമിലുള്ള നമ്പറാണ് അല്ലേ. ഇതിൻ്റെ ഡിനോമിനേറ്റർ രണ്ടും സെയിം ആകുമ്പോൾ എനിക്ക് എന്ത് ചെയ്യാം, ന്യൂമറേറ്റർ നമ്മൾ ജസ്റ്റ് ആഡ് ചെയ്യാം അല്ലേ. ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു വൈ. അപ്പോൾ ഡിനോമിനേറ്റർ കോമൺ ഡിനോമിനേറ്ററാണ്, അത് ഞാൻ എഴുതി. അപ്പോൾ ന്യൂമറേറ്ററും എനിക്ക് തമ്മിൽ ജസ്റ്റ് ആഡ് ചെയ്ത് എഴുതാം, ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു വൈ. അപ്പോൾ ഇവിടെ അഡീഷൻ ആയതുകൊണ്ട് ഇവിടെ പ്ലസ് സിമ്പിൾ കൊടുത്തു, മൈനസ് ആയിരുന്നെങ്കിലോ മൈനസ് സിമ്പിൾ കൊടുക്കാം. ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു വൈ ബൈ ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു വൈ എന്ന് കിട്ടി. ഇനി നോക്കൂ, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും സെയിം വാല്യൂ തന്നെയാണ് വന്നേക്കുന്നത്. അത് രണ്ടും എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. ക്യാൻസൽ ചെയ്താൽ എന്താ വരിക, കട്ട് ചെയ്ത് 0 എന്ന് എഴുതരുത്, ക്യാൻസൽ ചെയ്യുമ്പോൾ 1 ആയിരിക്കും. രണ്ടും ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ 1 കിട്ടും. അങ്ങനെ പ്രൂഫ് നമ്മളോട് പറഞ്ഞിരുന്നത് ഡോ യു ബൈ ഡോ എക്സും ഡോ യു ബൈ ഡോ വൈയും കൂടെ ആഡ് ചെയ്യുമ്പോൾ 1 കിട്ടുന്നതാണ്. സോ ദ ആൻസർ ഈസ് കിട്ടി, 1 കിട്ടി. ഓക്കെ, അപ്പോൾ LHS ഈക്വൽ ടു RHS എന്നുള്ള രീതിയിൽ എഴുതാം, അല്ലെങ്കിൽ ഇത് വെച്ച് ഇവിടെ നിർത്താം. ഓക്കെ, അപ്പോൾ ഇത് ലോഗിൻ്റെ ഒരു ക്വസ്റ്റനും കൂടെ, നമുക്ക് ഇനി ഒരു ക്വസ്റ്റനും കൂടെ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ 5th ക്വസ്റ്റനാണ്. ഓക്കെ, 5th ക്വസ്റ്റ്യൻ ഞാൻ പറയാം. ഇഫ് യു ഈക്വൽ ടു എക്സ് മൈനസ് വൈ റേസ് ടു 4 then plus y minus z raised to 4 then plus z minus x raised to 4, then show that dou u by dou x plus dou u by dou y plus dou u by dou z equal to 0. ഒന്നുകിൽ ഇങ്ങനെ റൈറ്റ് ഹാൻഡ് സൈഡ് 0 തരും, അതല്ലെങ്കിൽ നമ്മളോട് ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദിസ് എക്സ്പ്രഷൻ അങ്ങനെയും ചോദിക്കും. അപ്പോൾ ഇവിടെ ഓൾറെഡി 0 എന്ന് തന്നിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് 0 എന്ന് പ്രൂവ് ചെയ്താൽ മതി. ഇവിടുത്തെ ഫംഗ്ഷനിൽ യു എന്നത് ഡിപ്പെൻഡൻറ്റ് വേരിയബിളാണ്, എക്സ് വൈ ഇസഡ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ്. സോ അതുകൊണ്ട് നമുക്ക് 3 പാർഷ്യൽ ഡെറിവേറ്റീവ്സ്, ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഉണ്ട്, അത് 3 കണ്ടുപിടിക്കണം. ഓക്കെ, സോ സൊല്യൂഷൻ ഈസ് യു എന്നത് എക്സ് മൈനസ് വൈ റേസ് ടു 4 പ്ലസ് വൈ മൈനസ് ഇസഡ് റേസ് ടു 4 പ്ലസ് ഇസഡ് മൈനസ് എക്സ് റേസ് ടു 4. ഫസ്റ്റ് ഡോ യു ബൈ ഡോ എക്സ്. ഡോ യു ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യണത്, ടേക്കിംഗ് വൈ ആൻഡ് ഇസഡ് ആസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇവിടെ അത് ശ്രദ്ധിക്കണം, വൈയും ഇസഡിനെയും കോൺസ്റ്റൻ്റ് ആക്കി വെക്കണം എക്സ് വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ. ആദ്യത്തെ ടേം എടുക്കുക, എക്സ് മൈനസ് വൈ റേസ് ടു 4 ആണ്. ഓക്കെ, അപ്പോൾ എക്സ് മൈനസ് വൈ റേസ് ടു 4 എക്സിൻ്റെ ടേം ഉണ്ടോ, എക്സിൻ്റെ ടേം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവിടെ ഡെറിവേറ്റീവ് എഴുതിയിരിക്കണം. എക്സ് മൈനസ് വൈ റേസ് ടു 4 എന്ന് പറയുമ്പോൾ ഡെറിവേറ്റീവ് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു എൻ, ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു എൻ എന്താണ്, എൻ എക്സ് റേസ് ടു എൻ മൈനസ് 1 അല്ലേ, എൻ എക്സ് റേസ് ടു എൻ മൈനസ് 1, അതാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. എക്സ് മൈനസ് വൈ റേസ് ടു 4 എന്ന് പറയുമ്പോൾ 4 ഇൻറ്റു എക്സ് മൈനസ് വൈ റേസ് ടു 4 മൈനസ് 1, അപ്പോൾ 4 ഇൻറ്റു എക്സ് മൈനസ് വൈ റേസ് ടു 4 മൈനസ് 1 ഈസ് 3. ഇനി എന്തിൻ്റെയും കൂടെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം, ഈ ബ്രാക്കറ്റിനകത്ത് എക്സ് മൈനസ് വൈയുടെയും കൂടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സും കൂടെ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ടേം എടുക്കുക, എക്സിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഈസ് 1. അടുത്ത് ശ്രദ്ധിക്കേണ്ട ഇവിടെ പ്രോഡക്റ്റ് ആയിട്ടാണ് എഴുതേണ്ടത്. സോ പ്രോഡക്റ്റ് ഇൻറ്റു എന്നുള്ള രീതിയിൽ എഴുതണം. 1 മൈനസ് നെക്സ്റ്റ് ടൈം വൈ ആണ്, വൈയെ വിത്ത് റെസ്പെക്ട് ടു എക്സ് പാർഷ്യൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു വൈനെയും ഇസഡിനെയും കോൺസ്റ്റൻ്റ് ആക്കി വെക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ വൈ കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് 0. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടൈമിൻ്റെ പരിപാടി കഴിഞ്ഞു. നെക്സ്റ്റ് വൈ മൈനസ് ഇസഡ് റൈസ് ടു 4. ഓക്കെ, വൈ മൈനസ് ഇസഡ് റൈസ് ടു 4ൻ്റെ ഡെറിവേറ്റീവ് ആദ്യം എഴുതുക. നോക്കുക, വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ചെയ്യേണ്ടത്, അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് വേണോ, അതായത് എക്സ് എന്നുള്ള ടൈം ഇവിടെ ഇല്ല, അപ്പോൾ വൈയും ഇസഡിനെയും നമ്മൾ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചേക്കുവാണ്. കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് അവിടെ 0 ആണ്. അപ്പോൾ നെക്സ്റ്റ് ടൈം മൊത്തം എന്തായിപ്പോയി, 0 ആയിപ്പോയി. അടുത്ത ടൈം നോക്കുക, ഇസഡ് മൈനസ് എക്സ് റേസ് ടു 4 ആണ്. ഇസഡ് മൈനസ് എക്സിൽ അവിടെ എക്സിൻ്റെ ടൈം ഉണ്ട്, അതുകൊണ്ട് നമുക്ക് ഡെറിവേറ്റീവ് എഴുതണം. ഇസഡ് മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് റേസ് ടു 4ൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 4 ഇൻറ്റു ഇസഡ് മൈനസ് എക്സ് റേസ് ടു 4 മൈനസ് 1, അതായത് 3. ഇനി ബ്രാക്കറ്റിനകത്തുള്ളതിൻ്റെയും കൂടെ പ്രോഡക്റ്റ് ആയിട്ട് ഇവിടെ എഴുതണം, ഇൻറ്റു ഇസഡ് മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ്, ഇസഡ് മൈനസ് എക്സിൽ ഓരോ ടൈം എടുക്കുക. ഇസഡിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറയുന്നത് 0 ആണ്, ഇസഡിനെ കോൺസ്റ്റൻ്റ് ആക്കിയാണ് നമ്മൾ വെച്ചേക്കുന്നത്. സോ 0. ദെൻ മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറയുന്നത് 1 ആണ്. സോ ഇവിടെ ശ്രദ്ധിക്കണം, ഇത് പ്രോഡക്റ്റ് ആയിട്ടാണ് എഴുതേണ്ടത്, അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. 0 മൈനസ് 1. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു, ഒന്നുകൂടെ അറേഞ്ച് ചെയ്ത് എഴുതുക. 1 മൈനസ് 0 എന്ന് പറയുന്നത് 1 ആണ്. സോ 4 ഇൻറ്റു എക്സ് മൈനസ് വൈ റേസ് ടു 3, ദെൻ പ്ലസ് ഇവിടെ 0 മൈനസ് 1 ആണ്, മൈനസ് 1 ആണ്. അപ്പം
ഈ -1 ഇൻറ്റു 4 -4 ഇവിടെ പ്ലസ് അല്ല -4 ഇൻറ്റു ഇസഡ് മൈനസ് എക്സ് റേസ് ടു 3. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഡോ യു ബൈ ഡോ എക്സ്. സിമിലർ വേ ഡോ യു ബൈ ഡോ വൈ, ഡോ യു ബൈ ഡോ ഇസഡ് ഇതും കണ്ടുപിടിക്കാം. ഡോ യു ബൈ ഡോ വൈ. ഓക്കെ, ഡോ യു ബൈ ഡോ വൈ എന്ന് പറയുമ്പോൾ ഓരോ ടൈം എടുക്കുക. എക്സ് മൈനസ് വൈ റേസ് ടു 4. അപ്പോൾ വൈയുടെ ടേംസ് എവിടെയൊക്കെയാണോ ഉള്ളത് അതിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. ഇനി എക്സും ഇസഡും മാത്രമുള്ള ടേംസിൽ ഡെറിവേറ്റീവ് 0 ആക്കി എഴുതണം. ആദ്യത്തെ ടൈം എടുക്കുക, എക്സ് മൈനസ് വൈ റേസ് ടു 4. അപ്പോൾ വൈയുടെ ടൈമിലാണ് ഡിഫറൻസിയേഷൻ നടത്തുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ഡെറിവേറ്റീവ് വേണം. എക്സ് മൈനസ് വൈ റേസ് ടു 4ൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 4 ഇൻറ്റു എക്സ് മൈനസ് വൈ റേസ് ടു 3 ഇൻറ്റു എക്സ് മൈനസ് വൈയുടെ ഡെറിവേറ്റീവും കൂടെ എഴുതണം. എക്സിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ എന്ന് പറയുന്നത് 0 ആണ്. എക്സിനെയും ഇസഡിനെയും നമ്മളവിടെ കോൺസ്റ്റൻ്റ് ആക്കി വയ്ക്കണം. സോ 0 മൈനസ് വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ എന്നത് 1 ആണ്. ഓക്കെ, നെക്സ്റ്റ് ടൈം എടുക്കുക, വൈ മൈനസ് ഇസഡ് റേസ് ടു 4. അപ്പോൾ അതിലും വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യണത്. അതുകൊണ്ട് 4 ഇൻറ്റു വൈ മൈനസ് ഇസഡ് റേസ് ടു 3. ഇനി വൈ മൈനസ് ഇസഡിൻ്റെ ഡെറിവേറ്റീവും കൂടെ വേണം. വൈ മൈനസ് ഇസഡിൻ്റെ ഡെറിവേറ്റീവ് ഓരോ ടൈം എടുക്കുക. വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ 1 ആണ്. ഇൻറ്റു ആയിട്ടാണ് എഴുതേണ്ടത്. 1 ദെൻ മൈനസ് ഇസഡ് ആണ് അടുത്ത ടൈം. ഇസഡിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ എന്നത് 0. ഓക്കെ, നെക്സ്റ്റ് ടൈം എന്ന് പറയുന്നത് പ്ലസ് ഇസഡ് മൈനസ് എക്സ് റേസ് ടു 4. ഇവിടെ വൈ വെച്ചാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. ഇസഡിൽ ഇസഡ് മൈനസ് എക്സ് ആണ്, അവിടെ വൈയുടെ ടൈം ഇല്ല. അതുകൊണ്ട് നമുക്ക് ആ ടൈമിൻ്റെ മൊത്തം ഡെറിവേറ്റീവ് 0 എന്നോട് അറേഞ്ച് ചെയ്ത് എഴുതാൻ. 0 മൈനസ് 1 ഈസ് -1. അപ്പോൾ -1 ഇൻറ്റു 4 -4 -4 ഇൻറ്റു എക്സ് മൈനസ് വൈ ക്യൂബ് പ്ലസ് 1 മൈനസ് 0 1 ആണ്. 1 ഇൻറ്റു 4 പ്ലസ് 4 ആണ് ഇവിടെ വരിക. സോ വൈ മൈനസ് ഇസഡ് ഹോൾ ക്യൂബ്. അപ്പം ഞാൻ ഈ ഡോ യു ബൈ ഡോ എക്സിനെ ഫസ്റ്റ് ഇക്വേഷൻ എന്നും ഡോ യു ബൈ ഡോ വൈയെ സെക്കൻഡ് ഇക്വേഷൻ എന്നും കൊടുക്കുകയാണ്. ഓക്കെ, ഡോ യു ബൈ ഡോ വൈ. നെക്സ്റ്റ് കണ്ടുപിടിക്കേണ്ടത് ഡോ യു ബൈ ഡോ ഇസഡ് ആണ്. വിത്ത് റെസ്പെക്ട് ടു ഇസഡ് ആണ് നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടത്. അന്നേരം എക്സിനെയും വൈനെയും കോൺസ്റ്റൻ്റ് ആക്കി വെക്കണം. ഫസ്റ്റ് ടൈം എടുക്കുക, ഡോ യു ബൈ ഡോ ഇസഡ്. അപ്പോൾ യുയിലെ ഫസ്റ്റ് ടൈം എക്സ് മൈനസ് വൈ റേസ് ടു 4 ആണ്. അവിടെ ഇസഡിൻ്റെ ടൈം ഒന്നുമില്ല. അതുകൊണ്ട് ഈ ടൈമിൻ്റെ മൊത്തം ഡെറിവേറ്റീവ് പാർഷ്യൽ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 0 ആയിപ്പോളും. സോ 0 പ്ലസ് നെക്സ്റ്റ് ടൈം വൈ മൈനസ് ഇസഡ് റേസ് ടു 4 ആണ്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു ഇസഡ് ആണ് നമ്മൾ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നത്, പാർഷ്യൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നത്. സോ അതിൻ്റെ വാല്യൂ എന്ത് വരും? 4 ഇൻറ്റു വൈ മൈനസ് ഇസഡ് റേസ് ടു 3 ഇൻറ്റു പിന്നെ വൈ മൈനസ് ഇസഡിനകത്തുള്ള ഡെറിവേറ്റീവ് കൂടെ വേണം. ഓരോ ടൈം എടുക്കുക. വിത്ത് വൈ എടുത്താൽ വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ഇസഡ് എന്ന് പറയുന്നത് 0 അല്ലേ? ഇൻറ്റു എഴുതണേ. സോ 0 മൈനസ് ദെൻ മൈനസ് ഇസഡ് ആണ് ഇവിടെ വന്നിരുന്നത്. ഇസഡ് വിത്ത് റെസ്പെക്ട് ടു ഇസഡ് ഡെറിവേറ്റീവ് 1 ആണ്. അപ്പോൾ 0 മൈനസ് 1. സോ ലാസ്റ്റ് ടൈം എടുക്കുകയാണ് പ്ലസ് ഇസഡ് മൈനസ് എക്സ് റേസ് ടു 4 ആണ്. ഇവിടെ ഇസഡ് വെച്ചാണ് ഡിഫറൻസിയേഷൻ നടത്തുന്നത്. സോ അതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 4 ഇൻറ്റു ഇസഡ് മൈനസ് എക്സ് റേസ് ടു 3 ഇൻറ്റു ഇസഡ് മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവും കൂടെ എഴുതണം. ഇസഡിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ഇസഡ് എന്നത് 1 ആണ്. 1 മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ഇസഡ് 0 ആണ്. സോ ഇതിനെ ഒന്നുകൂടെ അറേഞ്ച് ചെയ്താൽ 0 മൈനസ് 1 ഈസ് -1. അപ്പോൾ -4 ഇൻറ്റു വൈ മൈനസ് ഇസഡ് റേസ് ടു 3 ദെൻ 1 മൈനസ് 0 ഇവിടെ എന്താണ്? 1 ആണ്. 1 ഇൻറ്റു 4 അപ്പോൾ പ്ലസ് 4 ഇൻറ്റു ഇസഡ് മൈനസ് എക്സ് 3 റേസ് ടു 3. അതിനെ തേർഡ് ഇക്വേഷൻ കൊടുത്തു. അപ്പോൾ ഡോ യു ബൈ ഡോ എക്സ്, ഡോ യു ബൈ ഡോ വൈ, ഡോ യു ബൈ ഡോ ഇസഡ്. നമ്മൾ 3 വാല്യൂ നമുക്ക് കിട്ടി. ഇനി ഫസ്റ്റ് ഇക്വേഷൻ, സെക്കൻഡ് ഇക്വേഷൻ, തേർഡ് ഇക്വേഷൻ 3 ഇക്വേഷനും കിട്ടി. ആ 3 ഇക്വേഷനും കൂടെ ആഡ് ചെയ്യാം. ഇക്വേഷൻസ് ആഡിങ് ഇക്വേഷൻസ് 1, 2 and 3. ഓക്കെ, ഇക്വേഷൻ 1 + 2 + 3 എന്ന് എഴുതിയാലും മതി. ദാറ്റ് ഇംപ്ലൈസ് ഇങ്ങനെ വരും. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഡോ യു ബൈ ഡോ വൈ പ്ലസ് ഡോ യു ബൈ ഡോ ഇസഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി? റൈറ്റ് സൈഡിൽ എല്ലാത്തിനെയും പ്ലസ് സിമ്പിൾ ഇട്ടങ്ങ് എഴുതാം. ഫസ്റ്റ് ഇക്വേഷൻ എടുത്താൽ 4 ഇൻറ്റു എക്സ് മൈനസ് വൈ റേസ് ടു 3 -4 ഇൻറ്റു ഇസഡ് മൈനസ് എക്സ് റേസ് ടു 3 ദെൻ പ്ലസ് ഡോ യു സെക്കൻഡ് ഇക്വേഷൻ എടുക്കുക. -4 ഇൻറ്റു എക്സ് മൈനസ് വൈ റേസ് ടു 3 പ്ലസ് 4 ഇൻറ്റു വൈ മൈനസ് ഇസഡ് റേസ് ടു 3 ദെൻ പ്ലസ് അടുത്ത തേർഡ് ഇക്വേഷൻ -4 ഇൻറ്റു വൈ മൈനസ് ഇസഡ് റേസ് ടു 3
ദെൻ പ്ലസ് 4 ഇൻറ്റു ഇസഡ് മൈനസ് എക്സ് റേസ് ടു 3. 3 ഇക്വേഷനും കൂടെ നോക്കിക്കേ. ആഡ് ചെയ്യുമ്പോൾ ഇവിടെ നോക്കുക, 4 ഇൻറ്റു എക്സ് മൈനസ് വൈ റേസ് ടു 3. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? നെഗറ്റീവ് ടേം അതിൻ്റെ ഉണ്ടോ എന്ന് നോക്കി. -4 ഇൻറ്റു എക്സ് മൈനസ് വൈ റേസ് ടു 3 ഉണ്ട് ഇവിടെ. അപ്പോൾ ഇത് രണ്ടും എന്ത് ചെയ്യാം? കട്ട് ചെയ്യാം. ഇനി ഇവിടെ ഒരു -4 ഇൻറ്റു ഇസഡ് മൈനസ് എക്സ് ഹോൾ ക്യൂബ് ഉണ്ട്. ഇവിടെ പ്ലസ് ടേം ഉണ്ടോ എന്ന് നോക്കൂ. 4 ഇൻറ്റു ഇസഡ് മൈനസ് എക്സ് റേസ് ടു 3 ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും ഇത് കട്ട് ചെയ്ത് പോകും. ഇനി അടുത്ത ടേം 4 ഇൻറ്റു വൈ മൈനസ് ഇസഡ് റേസ് ടു 3 ഉണ്ട്. ഇവിടെ ഒരു വൈ ഇൻറ്റു -4 ഇൻറ്റു വൈ മൈനസ് ഇസഡ് റേസ് ടു 3 ഉണ്ട്. അപ്പോൾ ഒരു പ്ലസും മൈനസും ആണ്, രണ്ടും കട്ട് ചെയ്ത് കളയാം. എല്ലാം കട്ട് ചെയ്ത് പോകുമ്പോൾ ഇവിടെ അഡീഷനാണ്, അതുകൊണ്ട് എന്ത് വരും? 0. അപ്പോൾ ഇവിടെ ഈക്വൽ ടു 0 എന്നാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്. സോ ദ ആൻസർ. ഇനി അറിയാതെ നമ്മൾ ആദ്യം മൾട്ടിപ്ലിക്കേഷനിൽ കട്ട് ചെയ്ത് കളഞ്ഞപ്പോൾ 1 എന്ന് എഴുതി കഴിഞ്ഞ പ്രോബ്ലത്തിൽ. ഇവിടെ എല്ലാം കട്ട് ചെയ്ത് വെച്ച് അഡീഷനാണ് ഇതിനിടയിൽ വന്നിരിക്കുന്നത്, അതുകൊണ്ട് 0 എന്ന് എഴുതണം, 1 എഴുതരുത്. 0 ആണ് ആൻസർ. ഓക്കെ.